Hello dear students. അപ്പോൾ ഇന്ന് നമ്മൾ JEE Main 4th April 2024 ഈവനിങ് സെഷൻ്റെ ഫിസിക്സ് ക്വസ്റ്റ്യൻ്റെ ഡിസ്കഷൻ ആണ്. നമുക്ക് കമ്പാരിറ്റീവ്ലി എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ചില ക്വസ്റ്റ്യൻ ആണെങ്കിൽ പെട്ടെന്ന് വായിച്ചിട്ട് വെറുതെ ഡയറക്റ്റ് ഇക്വേഷൻ പോലെ എഴുതാൻ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് അതിൻ്റെ ബേസിക്കലി ഉള്ള പ്രിൻസിപ്പിൾ ഒക്കെ നോക്കി മനസ്സിലാക്കി വെക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ ദി ടോട്ടൽ മെക്കാനിക്കൽ ജോ സിസ്റ്റം ഈസ് C. If mass of oscillating particle P is doubled, then the new energy of the system for same amplitude is. അപ്പോൾ നമുക്കറിയാം ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനിൽ ഒരു മാസ് എം അതൊരു സ്പ്രിങ്ങിൽ അറ്റാച്ച് ചെയ്തു. അപ്പോൾ ആ സ്പ്രിങ്ങിൻ്റെ സ്പ്രിങ് കോൺസ്റ്റൻറ്റ് K ആണ്. നമുക്കറിയാം എനർജി ഓഫ് ഓസിലേഷൻ എടുക്കുമ്പം ഈസ് ഇക്വൽ ടു ഹാഫ് K A സ്ക്വയർ എന്നാണ് ഇക്വേഷൻ. നമ്മളോട് എന്തായത് മാസ് മാറ്റി ആംപ്ലിറ്റ്യൂഡ് മാറ്റിയില്ല. അപ്പോൾ പറയേണ്ട ആവശ്യമില്ല, ഇവിടെ അത് നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. K മാറുന്നില്ല, ആംപ്ലിറ്റ്യൂഡ് മാറുന്നില്ല, അപ്പോൾ എനർജി ഓഫ് ഓസിലേഷൻ മാറുന്നില്ല. അപ്പോൾ ആൻസർ ഓപ്ഷൻ 4 ആണ്. ഡയറക്റ്റ് നമുക്ക് ആൻസർ ഓപ്ഷൻ 4 എന്ന് എഴുതാവുന്നത്. അത് രണ്ടാമത്തേത്, നമുക്ക് AC സർക്യൂട്ടിലെ ഫേസ് ഡിഫറൻസിൻ്റെ ബേസിക്കലി ഉള്ള ഐഡിയ അറിയാമെങ്കിൽ പെട്ടെന്ന് ചെയ്യാം. ഫസ്റ്റ് പ്യുവർലി കപ്പാസിറ്റീവ് സർക്യൂട്ട്. പ്യുവർലി കപ്പാസിറ്റീവ് സർക്യൂട്ട് നമുക്കറിയാം വോൾട്ടേജ് ലാഗ്സ് ബിഹൈൻഡ് ദ കറണ്ട് ബൈ എ ഫേസ് ഓഫ് π/2 അല്ലെങ്കിൽ 90 ഡിഗ്രി ആണ്. ഡയഗ്രത്തിൽ നമുക്ക് ആൻറ്റി ക്ലോക്ക് വൈസ് ആംഗിൾ പോസിറ്റീവും ക്ലോക്ക് വൈസ് ആംഗിൾ നെഗറ്റീവ് ആണ് എടുക്കുന്നത്. അപ്പോൾ എയുടെ ആൻസർ നോക്കുക. ഫസ്റ്റ് കറണ്ട് ലീഡ്സ് ദി വോൾട്ടേജ് ബൈ എ ഫേസ് ഓഫ് 90 ഡിഗ്രി. ഓപ്ഷൻ 1 ശരിയാണ്. കാരണം കപ്പാസിറ്റീവ് സർക്യൂട്ടിൽ വോൾട്ടേജ് ലാഗ് ചെയ്യും. അപ്പോൾ വോൾട്ടേജ് കറണ്ടിൽ നിന്ന് ക്ലോക്ക് വൈസിലാണ്, അപ്പോൾ ലാഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എയുടെ ആൻസർ 1 ആണ്. അടുത്ത പ്യുവർലി ഇൻഡക്റ്റീവ്, അപ്പോൾ തീർച്ചയായിട്ടും 4 ആയിരിക്കും അല്ലേ? കാരണം ഇവിടെ വോൾട്ടേജ് ലീഡ്സ് കറണ്ട് ബൈ എ ഫേസ് ഓഫ് π/2 ആണ്. അതാണ് പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ട്. LCR സീരീസ് ആയിട്ട് റെസിസ്റ്റൻസ് കറണ്ടും വോൾട്ടേജും സെയിം ഫേസിലാണ്. അപ്പോൾ കറണ്ട് വോൾട്ടേജ് ഫേസർ ഡയഗ്രാമത്തിൽ ഒരേ ഡയറക്ഷനിൽ റെപ്രസെൻ്റ് ചെയ്യണം. അപ്പോൾ രണ്ടാമത്തെ ആൻസർ വരും. LCR സീരീസ് സർക്യൂട്ട് എടുക്കുകയാണെങ്കിൽ അവിടെ കറണ്ടും വോൾട്ടേജും ഫേസ് ഡിഫറൻസ് തീറ്റ വരാം. അപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റുന്നത് 3 ആണ്. ബാക്കി പോസിബിലിറ്റി പലതുണ്ടെങ്കിലും ഡിയിൽ നമുക്ക് ജനറലി എടുക്കാൻ പറ്റുന്ന ആൻസർ 3 ആണ്. അപ്പോൾ ആൻസർ ഏതാ വരുന്നത്? എയുടെ ആൻസർ 1, ബിയുടെ 4, സിയുടെ 2, ഡിയുടെ 3. അപ്പോൾ ആൻസർ ഓപ്ഷൻ 4 ഓപ്ഷൻ വരും. ശരിയല്ലേ? അപ്പോൾ അടുത്ത ഒരു ലോജിക് ഗേറ്റ് ആണ്. അത് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ചോദ്യം. വളരെ സിമ്പിളാണ്. നമുക്കിവിടെ എ എന്ന് പറഞ്ഞ ഇൻപുട്ട് ഒരു നോട്ട് ഗേറ്റിലോട്ട് കൊടുത്തു. അപ്പോൾ ഇവിടെ നമുക്ക് A നോട്ട് കിട്ടും. ഇവിടെ സെയിം B നോട്ട് കിട്ടും. അത് നമ്മൾ എന്ത് ചെയ്തു? ഒരു നാൻഡ് ഗേറ്റിലോട്ട് കൊടുത്തു. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ടിൻ്റെ ഇക്വേഷൻ എഴുതുമ്പോൾ നമുക്കറിയാം Y = A നോട്ടും B നോട്ടും കൂടെ ആൻ ഗേറ്റിൽ കൊടുത്തിട്ട് നോട്ട് ചെയ്തു. ശരിയല്ലേ? അപ്പോൾ നമ്മൾ ഡി മോർഗൻ സീറോ അനുസരിച്ച് അതിനെ സ്പ്ലിറ്റ് ചെയ്താൽ A ഡബിൾ ബാർ ഡോട്ട് B ഡബിൾ ബാർ വരും. നമ്മൾ ആൻഡ് ഓർ ആക്കി മാറ്റണം നമുക്കറിയാം. അപ്പം 2 നോട്ട് ക്യാൻസലായി പോയിട്ട് A ഓർ B വരും. അപ്പോൾ ആൻസർ ഏതാ? ഓർ ഗേറ്റ് ആണ് വരുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ 2 ആണ്. മനസ്സിലായല്ലോ? അപ്പോൾ അത് നമുക്ക് 34th ക്വസ്റ്റ്യൻ, കറക്റ്റ് ഫോർമുല ഓഫ് ഹൈറ്റ് ഓഫ് സാറ്റലൈറ്റ് ഫ്രം എർത്ത് സർഫസ് ഈസ്. അവിടെ സിമ്പിളുകളൊക്കെ നമുക്കറിയാം. Tയും Rഉം ഒക്കെ T ടൈം പീരീഡ് ഓഫ് റെവല്യൂഷൻ ആയിരിക്കും, R റേഡിയസ് ആയിരിക്കും, G എന്ന് പറയുന്ന ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അതാണ് ഇക്വേഷൻ വരുന്നത്. അപ്പോൾ ഹൈറ്റ് ഓഫ് സാറ്റലൈറ്റ് എടുക്കണം. ഹൈറ്റ് ഓഫ് സാറ്റലൈറ്റ് എടുക്കുമ്പോൾ നമുക്കറിയാം ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ എടുത്താൽ മതി. ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു 2π√r³ ഡിവൈഡഡ് ബൈ GM. അപ്പോൾ ഇതിലുള്ള ടൈം പീരീഡ് ഓഫ് റെവല്യൂഷൻ്റെ ഇക്വേഷൻ എടുക്കുക. അപ്പോൾ ടൈം പീരീഡ് T ഈസ് ഈക്വൽ ടു 2π√r³ ബൈ GM ആണ്. R റേഡിയസ് ഓഫ് ദി ഓർബിറ്റ് ആണ്. നമുക്ക് റേഡിയസ് ഓഫ് ദി എർത്ത് ക്യാപിറ്റൽ R ആണെങ്കിൽ റേഡിയസ് ഓഫ് ദി ഓർബിറ്റിന് നമുക്ക് R+H എന്ന് എഴുതാം. (3 ഡിവൈഡഡ് ബൈ G ക്യാപിറ്റൽ). നമ്മൾ സ്ക്വയർ ചെയ്താൽ റൂട്ട് പൊക്കോളും. അപ്പോൾ സ്ക്വയർ ഇട്ട് റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ GM × T² ഡിവൈഡഡ് ബൈ 4π² ഈസ് ഈക്വൽ ടു R+H³ വരും. ഇന്ന് പറയാം ക്യാപിറ്റൽ ജിക്ക് ഒരു ആൻസറിൽ സ്മോൾ g ആണ്. അപ്പോൾ സ്മോൾ g എന്ന് പറയുന്ന ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ദി സർഫസ് ഓഫ് ദി എർത്ത് ആയിരിക്കും. അപ്പോൾ സ്മോൾ g ഈസ് ഈക്വൽ ടു GM/r². ക്യാപിറ്റൽ GMന് വരെ സ്മോൾ g r² എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് G(r²) T²/4π² R+H³. ക്യൂബ് കളയാൻ വേണ്ടി നമുക്ക് ക്യൂബ് റൂട്ട് എടുക്കണം. അപ്പോൾ ഇവിടെ raised to 1/3 വരും. അപ്പോൾ R+H ഈസ് ഈക്വൽ ടു G(r²) T²/4π² raised to 1/3. അപ്പോൾ H ഈസ് ഈക്വൽ ടു എന്ന് നോക്കിയാൽ T²R² G/4π² raised to 1/3 - R.
അപ്പോൾ നമുക്ക് ആൻസർ ഓപ്ഷൻ 2 ആണ് വരുന്നത്. അപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ ഓർത്തിരുന്നാൽ മതി. അപ്പോൾ അടുത്തത് 35ാമത്തെ ചോദ്യം. A 2 kilogram brick begins to slide over a surface which is inclined at an angle 45 degree with respect to horizontal axis. The coefficient of static friction between their surfaces is. അതായത് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു ഇൻക്ലൈൻഡ് സർഫസ് ഉണ്ട്. അപ്പോൾ ആ ഇൻക്ലൈൻഡ് സർഫസിൻ്റെ ആംഗിൾ 45 ഡിഗ്രിയാണ്. നമ്മൾ ആ മാസിനെ അതിൻ്റെ സർഫസിൽ വെച്ചാൽ 45 ഡിഗ്രിയിൽ വരുന്ന സമയത്ത് ജസ്റ്റ് അത് താഴേക്ക് സ്ലൈഡ് ചെയ്യാൻ തുടങ്ങുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇതിൻ്റെ ഇക്വേഷനൊക്കെ ഡയറക്റ്റ് അറിയാവുന്നതായിരിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. നമുക്കറിയാം ഇവിടെ mg cos θ സർഫസിന് പെർപെൻഡിക്കുലറായിട്ട് വരും. നോർമൽ ഫോഴ്സും അതും കൂടെ ക്യാൻസലായി പോവും. പിന്നെ mg sin θ സർഫസിന് പാരലായിട്ട് താഴേക്ക് വരും. നമുക്കറിയാം അവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് മുകളിലേക്ക് വരും. നമുക്കറിയാം ഇത് ജസ്റ്റ് താഴേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് mg sin θ ലിമിറ്റിംഗ് ഫ്രിക്ഷനോട് ഇക്വേറ്റ് ചെയ്യാം. കാരണം mg θ കൂടുമ്പോൾ mg sin θ കൂടും, അപ്പോൾ ഫ്രിക്ഷനും കൂടും. ജസ്റ്റ് താഴേക്ക് ബിഗിൻസ് ടു സ്ലൈഡ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് തീർച്ചയായിട്ടും ഫ്രിക്ഷൻ ലിമിറ്റിംഗ് ഫ്രിക്ഷനാണ്. അപ്പോൾ അത് mg sin θനോട് ഇക്വേറ്റ് ചെയ്യാം. നമുക്കറിയാം ലിമിറ്റിംഗ് ഫ്രിക്ഷൻ മ്യൂ n ആണ്. n mg cos θ ആണ്. അപ്പോൾ മ്യൂ mg cos θ is equal to mg sin θ. അപ്പോൾ mg പോയി, അപ്പോൾ മ്യൂ is equal to tan θ വരും. തീറ്റ 45 ഡിഗ്രിയാണ്. അപ്പോൾ ടാൻ തീറ്റ എത്രയാണ്? 1 ആണ്. അപ്പോൾ ടാൻ 45 1 ആണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ 4 വരും. 1 ആണ് ആൻസറായിട്ട് വരുന്നത്. അടുത്ത 36ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഡയോഡ് സർക്യൂട്ട് ഷോസ് കറക്റ്റ് ബയാസിംഗ് യൂസ്ഡ് ഫോർ ദി മെഷർമെൻറ്റ് ഓഫ് ഡൈനാമിക് റെസിസ്റ്റൻസ് ഓഫ് PN ജംഗ്ഷൻ ഡയോഡ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇത് ഡൈനാമിക് റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് ഫോർവേഡ് ബയാസ് ആയിരിക്കണം. അപ്പോൾ ഫോർവേഡ് ബയാസിലുള്ള സിറ്റുവേഷൻ ഏതാണെന്ന് നോക്കിയാൽ മതി. നമുക്കറിയാം ഇവിടെ നെഗറ്റീവും ഇത് പ്ലസ്സും ആണ്. അപ്പോൾ ഇവിടെ ഡയോഡിൻ്റെ ഇത് നെഗറ്റീവ് വിത്ത് റെസ്പെക്ട് പ്ലസ് ആണ്. അപ്പോൾ പി സൈഡ് നെഗറ്റീവ് വിത്ത് റെസ്പെക്ട് പോസിറ്റീവ് ആണ്. അപ്പോൾ അത് റിവേഴ്സ് ബയാസ് ആണ്, തെറ്റാണ്. ഇവിടെ ബാറ്ററിയുടെ പോസിറ്റീവ് ആണ്. അപ്പോൾ ഇവിടെ പോസിറ്റീവ് വിത്ത് റെസ്പെക്ട് നെഗറ്റീവ്, അപ്പോൾ അത് ശരിയാണ്. അപ്പോൾ സെക്കൻഡ് ഓപ്ഷനിൽ ഫോർവേഡ് ബയസ് ആണ്, അപ്പോൾ അത് കറക്റ്റാണ്. ഇനി തേർഡ് ഓപ്ഷനിൽ നമുക്കറിയാം ഇവിടെ നെഗറ്റീവ് ടെർമിനൽ ഡയോഡിൻ്റെ പി റീജിയനിലേക്കാണ്. അപ്പോൾ അത് റിവേഴ്സ് ബയസ് ആണ്, തെറ്റാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ബയാസിങ് വോൾട്ട് ചെയ്യുന്നില്ല, ഒരു കപ്പാസിറ്റർ ആണ്. അപ്പോൾ ബയാസിങ് വോൾട്ട് ചെയ്യുന്നില്ല, അപ്പോൾ അതും തെറ്റാം. അപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റുന്ന ആൻസർ ഏത് മാത്രമേ ഉള്ളൂ? 2 മാത്രമേ ഉള്ളൂ. അപ്പോൾ അടുത്ത 37ാമത്തെ ചോദ്യം. ആൻ ഇലക്ട്രിക് ബൾബ് റേറ്റഡ് 50 വാട്ട് 200 വോൾട്ട് ഈസ് കണക്റ്റഡ് അക്രോസ് എ 100 വോൾട്ട് സപ്ലൈ. ദി പവർ ഡിസിപ്പേഷൻ ഓഫ് ദി ബൾബ് ഈസ്. സിമ്പിളാണ്. വോൾട്ടേജ് 2 കേസിലും തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പവർ കൺസംഷൻ കാണാൻ V²/R എടുക്കണം. അപ്പോൾ R റെസിസ്റ്റൻസ് ഓഫ് ദി ബൾബ് സെയിം ആണ്. അപ്പോൾ P പ്രൊപ്പോർഷണൽ ടു V² ആണ്. അപ്പോൾ നമുക്ക് P2/P1 ഈസ് ഈക്വൽ ടു V2/V1 ഹോൾ സ്ക്വയർ എന്ന് വരും. V2 നമുക്ക് 100 ആണ്. V1 എന്ന് പറയുന്നത് നമുക്കറിയാം 200 വോൾട്ടാണ്. കാരണം 200 വോൾട്ട് കൊടുക്കുന്ന സമയത്ത് പവറാണ് 50 വാട്ട്. അപ്പോൾ V1 200 ആണ്. അപ്പോൾ 1/2 സ്ക്വയർ 1/4 വരും. അപ്പോൾ P2 ഈസ് ഈക്വൽ ടു P1/4 അല്ലേ. P1 നമുക്ക് 50 ആണ്. അപ്പോൾ 50/4 വരും. അപ്പോൾ അത് 12.5 വാട്ട്. അപ്പോൾ ആൻസർ ഓപ്ഷൻ 1 വരും. ഡയറക്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. വോൾട്ടേജ് 200 നിന്ന് പകുതി ആയപ്പോൾ പവർ തീർച്ചയായിട്ടും 1/4 ടൈംസ് ആയിട്ട് മാറും. അത്രേ ഉള്ളൂ സംഭവം. അപ്പോൾ 50/4 12.5 എന്ന് ഡയറക്റ്റ് എഴുതാം. അത് ട്രാൻസ്ലേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആൻഡ് റൊട്ടേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം CH4 മോളിക്യൂൾ. ഇപ്പോൾ CH4 മോളിക്യൂൾ നമുക്കറിയാം പോളി ആറ്റമിക് നോൺ ലീനിയർ മോളിക്യൂളാണ്. അങ്ങനെയാണെങ്കിൽ ട്രാൻസ്ലേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നമുക്കറിയാം എല്ലായ്പ്പോഴും 3 ആണ്. ഇപ്പോൾ ട്രാൻസ്ലേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 2 ഉള്ളത് തെറ്റായിരിക്കും, 3 ആണ്. അപ്പോൾ ഇത് രണ്ടുമാണ് പോസിബിലിറ്റി. റൊട്ടേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എടുക്കാൻ നമുക്കറിയാം നോൺ ലീനിയർ മോളിക്യൂൾ ആണെങ്കിൽ റൊട്ടേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 3 ആണ്. അപ്പോൾ ആൻസർ ഏതാ വരുന്നത്? ഓപ്ഷൻ 3 ആണ് വരുന്നത്. ട്രാൻസ്ലേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 3 ആണ്, റൊട്ടേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 3 ആണ്. അപ്പം ഓപ്ഷൻ 3 ആണ് വരിക. അപ്പോൾ അടുത്ത മാഗ്നറ്റിക് മൊമെന്റ് ഓഫ് എ ബാർ മാഗ്നറ്റ് ഈസ് 0.5 ആംപിയർ മീറ്റർ സ്ക്വയർ. It is suspended in a uniform magnetic field of 8 × 10⁻² Tesla. The work done in rotating it from its stable to unstable equilibrium position. അപ്പോൾ സ്റ്റേബിൾ ഇക്വലിബ്രിയം പൊസിഷനിൽ നിന്ന് അൺസ്റ്റേബിൾ ഇക്വലിബ്രിയത്തിലേക്ക് റൊട്ടേഷൻ നടത്തണം. അപ്പോൾ നമുക്കറിയാം പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദി ഡൈപോൾ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് -mb cos θ എന്നാണ്. നമുക്കറിയാം വർക്ക് ഡൺ ടു റൊട്ടേറ്റ് ദി ഡൈപോൾ കാണാൻ വേണ്ടിയിട്ട് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എടുത്താൽ മതി. ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജിയുടെ നമുക്കറിയാം ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി മൈനസ് ഇനിഷ്യൽ പൊട്ടൻഷ്യൽ എനർജി എടുക്കണം. ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി എടുക്കുമ്പോൾ നമുക്കറിയാം
മോസ്റ്റ് അൺസ്റ്റേബിൾ പൊസിഷനിൽ നമുക്കറിയാം ആംഗിൾ ബിറ്റ്വീൻ ഡൈപോൾ മൊമെൻറ്റ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് 180 ഡിഗ്രിയാണ്. അപ്പോൾ തീറ്റ 180 കൊടുക്കണം. അപ്പോൾ ഫൈനൽ പൊട്ടൻഷ്യൽ ചേഞ്ച് എടുക്കുമ്പം -mb ഇൻറ്റു കോസ് 180 ഡിഗ്രി വരും. മൈനസ് ഇനിഷ്യൽ പൊട്ടൻഷ്യൽ ചേഞ്ച് എടുക്കുമ്പോൾ എത്രയാണ്? വർക്ക് ഡൺ ഇൻ റൊട്ടേറ്റിംഗ് ഫ്രം മോസ്റ്റ് സ്റ്റേബിൾ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ തീറ്റയുടെ വാല്യൂ 0 അല്ലേ? അപ്പോൾ ഇനിഷ്യൽ പൊട്ടൻഷ്യൽ ചേഞ്ച് എടുക്കുമ്പം -mb cos 0 വരും. ശരിയല്ലേ? അപ്പോൾ കോസ് 180 -1 ആണ്. അപ്പോൾ -1 +mb വരും. ഇവിടെ -+mb വരും. അപ്പോൾ 2mb വരും. അപ്പോൾ വെറുതെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട്. എമ്മിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 0.5 ആംപിയർ മീറ്റർ സ്ക്വയർ ആണ്. മാഗ്നറ്റിക് ഫീൽഡ് 8 × 10⁻². അപ്പോൾ 2 × 0.5 1 ആണ്. അപ്പോൾ 8 × 10⁻² ജൂളാണ് ആൻസർ വരുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ 1. അപ്പോൾ അടുത്ത 40ാമത്തെ ചോദ്യം. സ്റ്റേറ്റ്മെൻറ്റ് 1, 2 തന്നിട്ടുണ്ട്. ദി കോണ്ടാക്ട് ആംഗിൾ ബിറ്റ്വീൻ എ സോളിഡ് ആൻഡ് എ ലിക്വിഡ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് ദി മെറ്റീരിയൽ ഓഫ് ദി സോളിഡ് ആൻഡ് ലിക്വിഡ് ആസ് വെൽ. നമുക്കറിയാം ആംഗിൾ ഓഫ് കോണ്ടാക്ട് എടുക്കുമ്പോൾ ഈ കോഹസീവ് ഫോഴ്സ് അഡസീവ് ഫോഴ്സിൻ്റെ പ്രത്യേകത അനുസരിച്ചാണ് അത് വ്യത്യാസം വരുന്നത് നമുക്കറിയാം. കോഹസീവ് ഫോഴ്സും അഡസീവ് ഫോഴ്സും ഒക്കെ മെറ്റീരിയലിൻ്റെ പ്രത്യേകത അനുസരിച്ച് മാറും. അപ്പോൾ നമുക്കറിയാം സോളിഡ് ലിക്വിഡ് മാറുന്നതനുസരിച്ച് ആംഗിൾ ഓഫ് കോണ്ടാക്ട് വ്യത്യാസം വരും നമുക്കറിയാം. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റാണ്. Statement 2, the rise of a liquid in a capillary tube does not depend on the inner radius of the tube. നമുക്കറിയാം തെറ്റാണ്. കാപ്പിലറി ട്യൂബിൻ്റെ റേഡിയസ് മാറുന്നതനുസരിച്ച് ക്യാപ്പിൽ റൈസിൻ്റെ വാല്യൂ വ്യത്യാസം വരും. അപ്പോൾ അത് തെറ്റാണ്. അപ്പോൾ ക്യാപ്പിൽ റൈസിൻ്റെ ഒക്കെ ഇക്വേഷൻ നമുക്കറിയാം. H = 2s cos θ / r ρg. തീറ്റ ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഫോർ എ ഗിവൺ സോളിഡ് ആൻഡ് ലിക്വിഡ് തീറ്റ സെയിം ആണ്. അപ്പോൾ റേഡിയസ് ഓഫ് ദി കാപ്പിലറി ട്യൂബ് 6 മാറിയാൽ ക്യാപ്പിൽ റൈസ് വ്യത്യാസം വരും. അപ്പോൾ അത് തെറ്റാണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റും സ്റ്റേറ്റ്മെൻറ്റ് 2 തെറ്റുമാണ്. അപ്പോൾ ആൻസർ നോക്കിയാൽ സ്റ്റേറ്റ്മെൻറ്റ് 1 is true ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 is false. അപ്പോൾ ആൻസർ ഓപ്ഷൻ 3 ആണ് വരുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ അടുത്ത 41ാമത്തെ ചോദ്യം. അപ്ലൈയിങ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ഓഫ് ഡയമെൻഷൻസ് ഡിറ്റർമൈൻ വിച്ച് വൺ ഈസ് കറക്റ്റ്. വാട്ട് ഈസ് ടൈം പീരിയഡ്, G is ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആൻഡ് M is മാസ്, R is റേഡിയസ് ഓഫ് ദി ഓർബിറ്റ്. നമുക്കത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കാരണം നമ്മൾ തൊട്ട് മുമ്പേ ടൈം പീരീഡിൻ്റെ ഇക്വേഷനൊക്കെ പറഞ്ഞ് അത് വെച്ചിട്ട് നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതിലേക്ക് പോകുന്നില്ല. T is equal to 2π√r³/gm. ഓൾറെഡി നമുക്ക് ഇക്വേഷൻ അറിയാം. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഡെറിവേഷനിലേക്കൊന്നും പോകുന്നില്ല. ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ചെക്ക് ചെയ്ത് നോക്കണം. 4π² r³/gm ഡയമെൻഷൻ എടുക്കണം. അത് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കത് ഓൾറെഡി അറിയാവുന്നത് കൊണ്ട് T² is equal to 4π² r³/gm എന്നാണ് വരുന്നത്. അല്ലേ? അപ്പോൾ ആൻസർ ഓപ്ഷൻ 3 ആണ് വരിക. അപ്പോൾ അടുത്തത് 42ാമത്തെ ചോദ്യം. എ ചാർജ് ക്യൂ ഈസ് പ്ലേസ്ഡ് അറ്റ് ദി സെൻറ്റർ ഓഫ് വൺ ഓഫ് ദി സർഫസ് ഓഫ് എ ക്യൂബ്. ദി ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദി ക്യൂബ് ഈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്കൊരു ക്യൂബ് വെറുതെ അസ്യൂം ചെയ്യുക. നമ്മൾ ചാർജ് വെച്ചിരിക്കുന്ന എവിടെയാണെന്ന് നോക്കിയാൽ ഒരു ക്യൂബിൻ്റെ ഒരു ഫേസിൻ്റെ സെൻറ്ററിൽ നമ്മൾ ക്യൂ എന്ന് പറഞ്ഞൊരു ചാർജ് വെച്ചിരിക്കുന്നതാണ് സിറ്റുവേഷൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ക്യൂബിൽ കൂടെയുള്ള ഫ്ലക്സ് കാണുമ്പോൾ നമുക്കറിയാം ഈ റൈറ്റ് ഫേസിലേക്ക് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇതേപോലെ ഒരു ക്യൂബും കൂടെ ചേർത്ത് വെക്കാമല്ലോ. ഈ റൈറ്റ് ഫേസിലേക്ക് എന്ത് ചെയ്തു? ഒരു ക്യൂബ് നമ്മൾ പ്ലേസ് ചെയ്തു. അപ്പോൾ മൊത്തം 2 ക്യൂബുകളായി. അപ്പോൾ 2 ക്യൂബുകളുടെ നടുക്കല്ലേ ചാർജ് ഇരിക്കുന്നത്. അപ്പോൾ 2 ക്യൂബുകൾക്കും കൂടെ കിട്ടുന്ന ഫ്ലക്സ് എത്രയാണ്? നമുക്കറിയാം ഗോസ് ലോ അനുസരിച്ച് അത് Q/ε0 കാരണം ഈ 2 ക്യൂബുകളും കൂടെ ചേർത്തൊരു ക്ലോസ്ഡ് സർഫസ് ആണ്. ക്ലോസ്ഡ് സർഫസിലെ ഫ്ലക്സ് കാണാൻ ഗോസ് ലോ അനുസരിച്ച് ചാർജ് എൻക്ലോസ്ഡ് ബൈ ദി സർഫസ് ബൈ ε0 ആണ്. ഇവിടെ ഈ 2 ക്യൂബുകളും കൂടെ ചേർത്ത ഔട്ടർ സർഫസ് എടുക്കുകയാണെങ്കിൽ അതിനകത്തുള്ള ചാർജ് Q ആണ്. അപ്പോൾ ടോട്ടൽ ഫ്ലക്സ് ത്രൂ ദി 2 Qs = Q/ε0. അപ്പോൾ നമുക്കറിയാം ഈ 2 ക്യൂബുകൾക്കും സിമെട്രിക്കൽ ആയിട്ടുള്ള ചാർജ് ഇരിക്കുന്നത്. അപ്പോൾ ഒരു ക്യൂബിൽ കൂടെയുള്ള ഫ്ലക്സ് എത്രയായിരിക്കും? അതിൻ്റെ പകുതിയല്ലേ. അപ്പോൾ Q/2ε0 വരും. അങ്ങനെ നമുക്ക് എടുക്കാം Q/2ε0. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു ഫേസിൽ ഒരു ചാർജ് ക്യൂ വെച്ചാൽ ഒരു ക്യൂബിനകത്ത് അതിൻ്റെ പകുതിയും അടുത്ത ക്യൂബിനകത്ത് അതിൻ്റെ പകുതി വരുന്നതായിട്ട് വിചാരിക്കാം. അപ്പോൾ നമുക്ക് ഫ്ലക്സ് കാണുമ്പോൾ Q/2ε0 എന്ന് അങ്ങനെ എടുക്കാം. ഒരു ക്യൂബിനകത്തുള്ള ചാർജ് Q/2 ആയിട്ട് എടുക്കാം. അങ്ങനെ എടുത്താലും Q/2ε0 എന്ന് കിട്ടും. അപ്പോൾ അടുത്ത 43ാമത്തെ ചോദ്യം. നമ്പർ ഓഫ് ഫോട്ടോൺസ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ഫ്രീക്വൻസി ഓഫ് ലൈറ്റ്. നമുക്കറിയാം ഫ്രീക്വൻസി ഓഫ് ഫോട്ടോൺ മാറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഫോട്ടോൺസ് മാറുമോ? ഇല്ല. കാരണം നമുക്കറിയാം ഇൻറ്റൻസിറ്റി മാറുമ്പോഴാണ് നമ്പർ ഓഫ് ഫോട്ടോൺസ് മാറുന്നത്. കാരണം ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫോട്ടോൺസ് പെർ യൂണിറ്റ് ടൈമിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും.
അപ്പോൾ നമ്പർ ഓഫ് ഫോട്ടോൺസ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ഫ്രീക്വൻസി ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അടുത്ത മാക്സിമം കൈനറ്റിക് എനർജി ഓഫ് എമിറ്റഡ് ഇലക്ട്രോൺസ് ഇൻക്രീസസ് വിത്ത് ഫ്രീക്വൻസി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ, അത് ശരിയാണ്. കാരണം മാക്സിമം കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ഇൻസിഡന്റ് എനർജി ഓഫ് ഫോട്ടോൺ മൈനസ് വർക്ക് ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഫ്രീക്വൻസി കൂടുന്നതനുസരിച്ച് മാക്സിമം കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അസേഷൻ തെറ്റും റീസൺ ശരിയുമാണ്. അപ്പോൾ ആൻസർ അസേഷൻ ഈസ് നോട്ട് കറക്റ്റ്, റീസൺ ഈസ് കറക്റ്റ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ 1 ആണ് വരുന്നത് അല്ലേ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ വിഡ്ത്ത് ഓഫ് വൺ ഓഫ് ദി സ്ലിറ്റ്സ് ഈസ് യങ്സ് മോഡുലസ് എക്സ്പെരിമെന്റ് ഈസ് 4 times ദാറ്റ് ഓഫ് ദി അതർ സ്ലിറ്റ്. ദ റേഷ്യോ ഓഫ് ദി മാക്സിമം ഓഫ് ദി മിനിമം ഇൻറ്റൻസിറ്റി മാക്സിമം ടു ദി മിനിമം ഇൻറ്റൻസിറ്റി എന്നായിരിക്കും അവിടെ ഇൻറഫറൻസ് പാറ്റേൺ ഈസ്. അപ്പോൾ ഇത്രയുള്ള സ്ലിറ്റിൻ്റെ പ്രത്യേകത, സ്ലിറ്റിൻ്റെ വിഡ്ത്ത് 4 times ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. പറയാം സ്ലിറ്റിൻ്റെ വിഡ്ത്ത് 4 times ആണെങ്കിൽ ഇൻറ്റൻസിറ്റി 4 times അല്ലേ, I2 = 4I1. നമുക്കറിയാം ഇൻറ്റൻസിറ്റി പ്രൊപ്പോർഷണൽ ടു ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ ആണ്. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് എടുക്കുകയാണെങ്കിൽ A2 = 2A1 വരും. കാരണം ഇൻറ്റൻസിറ്റി പ്രൊപ്പോർഷണൽ ടു ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു √I ആണ്. അപ്പോൾ ഇൻറ്റൻസിറ്റി I2 = 4I1 ആണെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് 2 times ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ ഉണ്ട്. I maximum by I minimum എടുത്താൽ ആംപ്ലിറ്റ്യൂഡുകൾ തന്നാൽ A1 + A2 ഡിവൈഡഡ് ബൈ A1 - A2 ഹോൾ സ്ക്വയർ, അല്ലെങ്കിൽ √I1 + √I2 ഡിവൈഡഡ് ബൈ √I1 - √I2 ഹോൾ സ്ക്വയർ എന്ന് എടുക്കാം. A1 + A2 എടുക്കുമ്പോൾ A2ന് പകരം എന്ത് കൊടുത്താൽ മതി, 2A1 കൊടുക്കാം. അപ്പോൾ A1 + 2A1 ഡിവൈഡഡ് ബൈ A1 - A2 എടുക്കുമ്പം 2A1 - A1 എന്ന് എടുത്താൽ മതി. അപ്പോൾ 3A1 ബൈ A1 ഹോൾ സ്ക്വയർ, A1 ക്യാൻസൽ ആയി പോകും, 3² 9 വരും. അപ്പോൾ 9:1 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ അടുത്തത് 45ാമത്തെ ചോദ്യം. എ ബോഡി ഓഫ് മാസ് m kg സ്ലൈഡ്സ് ഫ്രം റെസ്റ്റ് along the curved vertical circle from point A to B. വെർട്ടിക്കൽ സർക്കുലാർ മോഷനിൽ പാർട്ടിക്കിൾ എയിൽ നിന്ന് ബിയിലേക്ക് വരുന്നു. റേഡിയസ് ഓഫ് ദി സർക്കുലാർ പാത്ത് 6, അത് 14 മീറ്റർ, G തന്നിട്ടുണ്ട്, √2ൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ദി വെലോസിറ്റി ഓഫ് ബോഡി അറ്റ് ബി ഈസ്. അപ്പോൾ ഇതിലുള്ള പാർട്ടിക്കിൾ എയിൽ ഇനിഷ്യൽ വെലോസിറ്റി 0, അവിടുന്ന് സർക്കുലാർ പാത്തിൽ വരുമ്പോൾ ബിയിൽ വരുമ്പോൾ സ്പീഡ് VB കണ്ടുപിടിക്കാനാണ് ചോദ്യം. നമുക്കതിനെ കൺസർവേഷൻ ഓഫ് എനർജി എടുത്താൽ മതി. കൺസർവേഷൻ ഓഫ് എനർജി എടുത്താൽ ടോട്ടൽ എനർജി അറ്റ് എയും ടോട്ടൽ എനർജി അറ്റ് ബിയും ഈക്വൽ ആയിരിക്കണം. കൺസർവേഷൻ ഓഫ് എനർജി എടുക്കാനുള്ള കാരണം നമുക്കറിയാം, ഇവിടെ ഗ്രാവിറ്റി മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. ടെൻഷൻ ഓൾവേസ് ടുവേർഡ്സ് ദി സെൻറ്റർ ആണ്, വർക്ക് 0 ആണ്. അതുകൊണ്ട് മെക്കാനിക്കൽ എനർജി കൺസർവേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റും. ടോട്ടൽ എനർജി അറ്റ് ബി എടുക്കുമ്പം കൈനറ്റിക് എനർജി ½ എന്ന് എടുക്കാം. പൊട്ടൻഷ്യൽ എനർജി 0 ആണല്ലോ, ലോവസ്റ്റ് പൊസിഷനിൽ പൊട്ടൻഷ്യൽ എനർജി 0 എന്ന് എടുക്കാം. അപ്പോൾ ടോട്ടൽ എനർജി അറ്റ് എ എടുക്കുമ്പം കൈനറ്റിക് എനർജി 0 ആണ്, കാരണം നമ്മൾ റെസ്റ്റ് ചെയ്യുന്ന റിലീസ് ചെയ്തു. പ്ലസ് പൊട്ടൻഷ്യൽ എനർജി എടുക്കുമ്പം mgh എന്ന് എടുക്കാം. ലോവസ്റ്റ് പൊസിഷൻ റെഫറൻസ് ആയിട്ട് എടുത്തു. അവിടുന്ന് എയിലേക്കുള്ള ഹൈറ്റ് h ആണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി mgh. അപ്പോൾ നമുക്കറിയാം m ക്യാൻസലായി പോവും. അപ്പോൾ VB² = 2gh. ഇനി h കണ്ടുപിടിച്ചാൽ ആൻസർ കിട്ടി. h കണ്ടുപിടിക്കുമ്പോൾ നമുക്കറിയാം ഇവിടുന്ന് ഇവിടം വരെയുള്ള ഹൈറ്റ് റേഡിയസ് r ഈക്വല. അപ്പോൾ അവിടുന്ന് ഈ എയിലേക്കുള്ള ഹൈറ്റ് കണ്ടാൽ പോരെ, അത് കാണാൻ നമുക്കറിയാം ഇത് 6ഉം ഇത് 45 ആണ്. അപ്പോൾ sin 45 എടുത്താൽ ഈ ഹൈറ്റ് ബൈ 6 വരും. അപ്പോൾ ദാറ്റ് ഹൈറ്റ് ഈസ് ഇക്വൽ ടു r × sin 45, അത് r/√2 വരും. ശരിയല്ലേ? അപ്പോൾ r/√2 ആണ് ഹൈറ്റ് വരുന്നത്. അപ്പോൾ ടോട്ടൽ ഹൈറ്റ് ഫ്രം ദി ലോവസ്റ്റ് പോയിന്റ് എടുക്കുവാണെങ്കിൽ 2g × r + r/√2 വരും. ശരിയല്ലേ? കാരണം ഇവിടെ നിന്ന് ഇവിടം വരെ 6, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് r/√2, അപ്പോൾ r + r/√2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഇക്വൽ ടു 2 × g 10, 6 കോമൺ ആയിട്ട് എടുത്താൽ 14 വരും, × 1 + 1/√2, 1/√2 1.14 കൊടുത്താൽ നിയർലി 0.7 വരും. നോക്കിയാൽ മതി. അപ്പോൾ VB² അതിൻ്റെ റൂട്ട് എടുത്താൽ ആൻസർ കിട്ടും. അപ്പോൾ അത് നമുക്ക് നിയർലി 19.8 വരുമെന്ന് തോന്നുന്നു. കാൽക്കുലേഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. നമുക്ക് ആൻസർ നിയർലി 21.9 വരും കേട്ടോ, 21.9 വരും. അപ്പോൾ ഇത്ര ഉള്ളു. വെറുതെ നമ്മൾ V = √2gh ഓർത്തിരുന്നാലും മതി. അപ്പോൾ hൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൻസർ കിട്ടും. മനസ്സിലായല്ലോ? അപ്പോൾ അടുത്ത 46ാമത്തെ ചോദ്യം. അക്കോർഡിംഗ് ടു ബോർസ് തിയറി, ദി മൊമെന്റം ഓഫ് ആൻ ഇലക്ട്രോൺ റിവോൾവിംഗ് ഇൻ 4th ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം ഈസ്.
മൊമെന്റ് ഓഫ് മൊമെന്റം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ആംഗുലർ മൊമെന്റം ആണ്. ബോർസ് ക്വാണ്ടൈസേഷൻ അനുസരിച്ച് ആംഗുലർ മൊമെന്റം ഇൻ nth ഓർബിറ്റ് ഈസ് n × h/2π ആണ്. ഇവിടെ n എത്രയാണ്? 4th ഓർബിറ്റ് ആകുമ്പോൾ n 4 ആണ്. അപ്പോൾ 4 × h/2π ദാറ്റ് ഈസ് 2h/π വരും. അപ്പോൾ 2h/π ആണ് ആൻസർ. അപ്പോൾ ആൻസർ ഓപ്ഷൻ 1 ആണ് വരുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ അടുത്ത ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അറേഞ്ച് ഫോളോവിങ് ഇൻ ദി അസെൻഡിങ് ഓർഡർ ഓഫ് വേവ് ലെങ്ത്. വേവ് ലെങ്ത് ഓർഡറിൽ കൺസിഡർ ചെയ്യണം. ഗാമ റേസ്, എക്സ് റേസ്, ഇൻഫ്രാറെഡ് റേസ്, മൈക്രോവേവ്സ്. നമുക്കറിയാം അതിൽ മൈക്രോവേവ്സിലാണ് വേവ് ലെങ്ത് ഏറ്റവും കുറവ്. ഏറ്റവും കുറവ് വേവ് ലെങ്ത് λ4 ആണ്. ഏറ്റവും കൂടുതൽ λ1 ആണ്. ശരിയല്ലേ? ഇപ്പോൾ λ4 ലെസ് പറഞ്ഞാൽ λ1 ഏറ്റവും മാക്സിമം പറയണം. λ1 ഇവിടെ മാക്സിമം അല്ല, തെറ്റാണ്. ഇവിടെ λ1 മാക്സിമം അല്ല, തെറ്റാണ്. നമ്മൾ മൈക്രോവേവ്സിനാണ് λ ഏറ്റവും കൂടുതൽ, ഗാമ റേസിനാണ് λ ഏറ്റവും കുറവ്. അപ്പോൾ ഇവിടെ λ ഏറ്റവും കൂടുതലാണ് വരുന്നത്. അപ്പോൾ ഇത് തെറ്റാണ്. അപ്പോൾ നമുക്ക് ആൻസർ ഓപ്ഷൻ 4 ആണ് വരുന്നത്. അപ്പോൾ λ1 ലെസ് ദാൻ λ2 ലെസ് ദാൻ λ3 ലെസ് ദാൻ λ4 എന്ന് നോക്കിയും λ1 ആണ് ഏറ്റവും കുറവ്. കാരണം ഇതിലാണ് ഫ്രീക്വൻസി കൂടുതൽ. തൊട്ടടുത്ത് എക്സ്റേ ആണ്, പിന്നെ ഇൻഫ്രാറെഡ് റേ ആണ്, പിന്നെ മൈക്രോവേവ്സ് ആണ്. അപ്പോൾ λ1 ലെസ് ദാൻ λ2 ലെസ് ദാൻ λ3 ലെസ് ദാൻ λ4 ശരിയാണ്. അപ്പോൾ അടുത്ത 48ാമത്തെ ചോദ്യം. എ 90 കിലോഗ്രാം ബോഡി പ്ലേസ്ഡ് അറ്റ് 2r ഡിസ്റ്റൻസ് ഫ്രം ദി സർഫസ് ഓഫ് ദി എർത്ത് ഇറ്റ് എക്സ്പീരിയൻസസ് എ ഗ്രാവിറ്റേഷണൽ പുൾ ഓഫ്. ഇത്രയുള്ള എർത്തിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ R എന്ന് എടുക്കാം. അപ്പോൾ നമ്മൾ എവിടെ വെച്ചിരിക്കുന്നത്? അറ്റ് എ ഡിസ്റ്റൻസ് 2r ഫ്രം ദി സർഫസ് ഓഫ് ദി എർത്ത്. സർഫസ് ഓഫ് ദി എർത്തിൽ നിന്ന് ഒരു മാസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് 2r ഹൈറ്റ് ഫ്രം ദി സർഫസ് ആണ്. അപ്പോൾ നമുക്കറിയാം എർത്തിൻ്റെ മാസ് ക്യാപിറ്റൽ M, ഒബ്ജക്റ്റിൻ്റെ മാസ് M ആണെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാണാൻ വേണ്ടിയിട്ട് G ക്യാപിറ്റൽ M × സ്മോൾ m / r². R എന്ന് പറയുന്നത് സെൻട്രി എന്നുള്ള ഡിസ്റ്റൻസ് ആണ്. R + R 2r വരും, 3r വരും. അപ്പോൾ Gmm/3r², 9r² വരും. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ക്യാപിറ്റൽ G × ക്യാപിറ്റൽ M പകരം സ്മോൾ g r² കൊടുക്കാം ഇൻറ്റു m/9r². അപ്പോൾ r² ക്യാൻസൽ ആയപ്പോൾ G × m/9. G നമുക്ക് 10 ആണ്, മാസ് 90 ആണ്, /9 ദാറ്റ് ഈസ് ഈക്വൽ ടു 100 ന്യൂട്ടൺ വരും. അപ്പോൾ ആൻസർ ഓപ്ഷൻ 1 ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എടുക്കുക, അപ്പോൾ അതിന് സ്മോൾ ജിയുടെ ടേംസിലോട്ട് മാറ്റിയാൽ ആൻസർ കിട്ടും. അപ്പോൾ അടുത്ത 49ാമത്തെ ചോദ്യം. എ സാമ്പിൾ ഓഫ് ഗ്യാസ് അറ്റ് ടെമ്പറേച്ചർ T ഈസ് അഡിയബാറ്റിക്കലി എക്സ്പാൻഡഡ് ടു ഡബിൾ ഇറ്റ്സ് വോളിയം. അഡിയബാറ്റിക് കോൺസ്റ്റന്റ് ഓഫ് ദി ഗ്യാസ് ഈസ് 3/2. ദി വർക്ക് ഡൺ ബൈ ദി ഗ്യാസ് ഇൻ ദി പ്രോസസ് ഈസ്. ഒന്ന് അഡിയബാറ്റിക് പ്രോസസ്സാണ്. അഡിയബാറ്റിക് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഗാമ ഈക്വൽ CP/CV തന്നിട്ടുണ്ട്. വോളിയം ഡബിൾ ആയി. അപ്പോൾ ടെമ്പറേച്ചർ കണ്ടുപിടിക്കണം. അപ്പോൾ ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ നമുക്കറിയാം അഡിയബാറ്റിക് പ്രോസസ്സിൽ TB⁻⁻1 ഈസ് എ കോൺസ്റ്റന്റ് എന്നാണ് ഇക്വേഷൻ. ഇത് ഗാമ എത്രയാണ്? 3/2 ആണ്. അപ്പോൾ T × V⁻³ 3/2 - 1 ഈസ് എ കോൺസ്റ്റന്റ്. 3/2 - 1 നമുക്കറിയാം 1/2 ആണ്. അപ്പോൾ T × V⁻⁻² ഈസ് എ കോൺസ്റ്റന്റ്. അപ്പോൾ ആദ്യം ടെമ്പറേച്ചർ T, വോളിയം V. ടെമ്പറേച്ചർ T' അറിയത്തില്ല, കണ്ടുപിടിക്കണം. വോളിയം ഡബിൾ ആയി. അപ്പോൾ 2V⁻⁻1/2 ശരിയല്ലേ? അപ്പോൾ V⁻⁻1/2 രണ്ട് സൈഡിൽ നിന്ന് ക്യാൻസൽ ആയി പോയി. അപ്പോൾ T' T/√2 വരും. ഇതാണ് ടെമ്പറേച്ചർ. ഇത് എഴുതിയൊന്നും ചെയ്യണമെന്നില്ല. γ-1 1/2 ആണ്, എളുപ്പത്തിൽ ആൻസർ കിട്ടും. ഇനി വർക്ക് ഡൺ കാണുമ്പോൾ നമുക്കറിയാം അഡിയബാറ്റിക് പ്രോസസ് ആയതുകൊണ്ട് ഹീറ്റ് എനർജി എക്സ്ചേഞ്ച് Q = 0 ആണ്. അപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് ലോ അനുസരിച്ച് W + Δu 0 അല്ലേ? ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി പ്ലസ് വർക്ക് ഡൺ ആണ് Q. അപ്പോൾ Q 0 ആണ്. അപ്പോൾ W + Δu 0. സോ W = -Δu. Δu നമുക്കറിയാം NCV ΔT ആണ്. അപ്പോൾ -n × CV നമുക്കറിയാം R/γ-1 ആണ്. ഇൻറ്റു ഫൈനൽ ടെമ്പറേച്ചർ മൈനസ് ഇനിഷ്യൽ ടെമ്പറേച്ചർ. n നമുക്ക് തന്നിട്ടുണ്ട് μ = 1 മോൾ. എന്നിന് വരണം μ തന്നിരിക്കുന്നത് 1 ആണ്. അപ്പോൾ R/γ-1 എടുക്കുമ്പോൾ എത്രയാണ്? 3/2 - 1. ഇനി മൈനസ് അകത്തോട്ട് മൾട്ടിപ്ലൈ TI - TF വരും. TI എന്ന് പറയുന്നത് T ആണ്. TF എന്ന് പറയുന്നത് T/√2 ആണ്. മനസ്സിലായല്ലോ? ഇവിടെ മൈനസ് അകത്തോട്ട് എടുത്താൽ TI - TF എന്ന് കിട്ടും. TI T ആണ്, അപ്പോൾ T - T√2 കിട്ടും. T/√2 കിട്ടും. ദാറ്റ് ഈസ് 3/2 - 1 1/2. അപ്പോൾ 2R ഇൻറ്റു ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ √2 T - T വരും /√2 ഉണ്ട് അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമുക്ക് ആൻസർ തന്നിരിക്കുന്നത്. അപ്പോൾ RT കോമൺ ആയിട്ട് എടുത്താൽ √2 ഫസ്റ്റ് ടേമിൽ നിന്ന് പോയിട്ട് നമുക്ക് 2 വരും. ഇവിടെ
2 by root 2 root 2 വരും. അപ്പോൾ TR into 2 minus root 2 അല്ലേ? TR into T minus 2 minus root 2. അപ്പോൾ ആൻസർ ഓപ്ഷൻ 4 RT into 2 minus root 2 ആണ് വരുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ 4. അപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ അഡിയബാറ്റിക് പ്രോസസ്സ് ആയതുകൊണ്ട് ടെമ്പറേച്ചർ വോളിയത്തിൻ്റെ റിലേഷൻ അറിയാവുന്നതാണ്. അതിൽ നിന്ന് വോളിയം ടെമ്പറേച്ചർ കണ്ടുപിടിക്കാം. പിന്നെ വർക്ക് ഡണിൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. അടുത്ത സൈക്കിൾ സ്റ്റാർട്ട് ഫ്രം പോയിന്റ് P of a circular ground of radius 2 km and travels along its circumference to the point S. The displacement of the cyclist is. സൈക്ലിസ്റ്റ് എവിടെ നിന്ന് എങ്ങോട്ടാണ് പോയത്? സൈക്ലിസ്റ്റ് പിയിൽ നിന്ന് എസ്സിലേക്കാണ് പോയത്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം PS അല്ലേ? ഇത് റേഡിയസ് ആറ്, ഇത് റേഡിയസ് ആറ്. അപ്പോൾ ഈ ഡിസ്പ്ലേസ്മെൻ്റ് PS എന്ന് പറയുന്നത് പൈതഗോറസ് തീരം അനുസരിച്ച് റൂട്ട് ഓഫ് R സ്ക്വയർ പ്ലസ് R സ്ക്വയർ R root 2 വരും. അല്ലെങ്കിൽ R സ്ക്വയർ ഇൻറ്റു 2. R എത്രയാണെന്ന് നോക്കിയാൽ റേഡിയസ് 2 ആണ്. അപ്പോൾ 2 സ്ക്വയർ 4 ഇൻറ്റു 2 വരും. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 8 വരും. അപ്പോൾ റൂട്ട് ഓഫ് 8 കിലോമീറ്റർ ആണ് ആൻസർ. അപ്പോൾ ആൻസർ ഓപ്ഷൻ 2 ആണ് വരുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ 51ാമത്തെ ചോദ്യം. അപ്പോൾ നമുക്ക് കാൽക്കുലേഷൻ ചെയ്യണമെന്നേ ഉള്ളൂ. ഡിസിൻറ്റിഗ്രേഷൻ എനർജി Q ഫോർ ദ ന്യൂക്ലിയർ ഫിഷൻ യുറേനിയം 235 അവിടെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. നമുക്കറിയാം ഡിസിൻറ്റിഗ്രേഷൻ എനർജി Q എന്ന് പറഞ്ഞാൽ എനർജി റിലീസ്ഡ് കണ്ടുപിടിക്കാനാണ് ചോദ്യം. എനർജി റിലീസ്ഡ് നമുക്കറിയാം മാസിൻ്റെ ഡിഫറൻസ് ആണ് വരുന്നത് അല്ലേ? എനർജി റിലീസ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം പ്രോഡക്റ്റിൻ്റെ മാസുകളും റിയാക്റ്റൻസിൻ്റെ മാസ് കൂടുതൽ, റിയാക്റ്റൻറ്റിൻ്റെ മാസ് പ്രോഡക്റ്റിൻ്റെ മാസിനെക്കാട്ടിലും കൂടുതലായിരിക്കും. ഈ മാസ് ഡിഫക്റ്റ് ആണ് ഡിസിൻറ്റിഗ്രേഷൻ സമയത്ത് എനർജി ആയിട്ട് റിലീസ് ചെയ്യുന്നത്. അപ്പം മാസ് ഡിഫക്റ്റിനെ എനർജി ആക്കി മാറ്റിയാൽ മതി. Q = ഡെൽറ്റ M ഇൻറ്റു C സ്ക്വയർ. അപ്പോൾ മാസ് ആറ്റമിക് മാസ് യൂണിറ്റിലായതുകൊണ്ട് ഇൻറ്റു 931 മെഗാ ഇലക്ട്രോൺ വോൾട്ട് വരും. അപ്പോൾ മാസ് ഡിഫക്റ്റ് കാണുമ്പോൾ ഡിഫറൻസ് എടുത്താൽ മതി. അവിടെ 235 അതിൻ്റെ മാസ് നമുക്ക് 235.0439 എന്ന് തന്നിട്ടുണ്ട്. മൈനസ് ഇവരുടെ എല്ലാവരുടെയും കൂടെ മാസ് കൂട്ടണം. ഇവിടെ ഇതിൻ്റെ മാസ് 139.9054. അടുത്തതിൻ്റെ ഇസഡിൻ്റെ 93.9063. അടുത്ത ന്യൂട്രോണിൻ്റെ 1.0086. അപ്പോൾ അതിനെ 931 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ കാൽക്കുലേഷൻ ചെയ്യണമെന്നേ ഉള്ളൂ. വളരെ പ്രിൻസിപ്പിളൊക്കെ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ളതാണ്. അപ്പോൾ അവസാന ആൻസർ 208 എന്ന് കിട്ടും കേട്ടോ. കാൽക്കുലേഷൻ ചെക്ക് ചെയ്യുന്നതാണ് 208 ആണ് ആൻസർ വരുന്നത്. അപ്പോൾ അടുത്ത 52ാമത്തെ ചോദ്യം. എ ലൈറ്റ് റേ ഈസ് ഇൻസിഡന്റ് ഓൺ എ ഗ്ലാസ് സ്ലാബ് ഓഫ് തിക്നെസ് 4√3 cm ആൻഡ് റിഫ്രാക്റ്റൻസ് √2. ദി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ദി ക്രിട്ടിക്കൽ ആംഗിൾ. ദി ലാറ്ററൽ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് റേ ആഫ്റ്റർ പാസിംഗ് ത്രൂ ദി ഗ്ലാസ് സ്ലാബ് ഈസ്. ഇപ്പോൾ ഗ്ലാസ് സ്ലാബിൽ ഒരു ലൈറ്റ് ഇൻസിഡന്റ് ചെയ്യുന്നു. സറൗണ്ടിങ് മീഡ് എയർ എടുത്താൽ മതി. ഇപ്പോൾ അവിടെ നമുക്കറിയാം ലൈറ്റ് ഇൻസിഡന്റ് ചെയ്യുന്നു. റിഫ്രാക്റ്റന്റ് റേ ബെൻസ് ടുവേർഡ്സ് നോർമൽ. ഇവിടെ നിന്ന് എമർജ് ചെയ്യുന്നു. നമുക്ക് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I എന്നെടുക്കാം. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ R. അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്രയാണെന്നാണ് പറഞ്ഞത്? ക്രിട്ടിക്കൽ ആംഗിളിന് ഈക്വൽ ആണ്. ക്രിട്ടിക്കൽ ആംഗിൾ കാണാൻ നമുക്കറിയാം sin C = 1/n എന്ന ഇക്വേഷൻ. റിഫ്രാക്റ്റ് ഇൻഡെക്സ് തന്നിട്ടുണ്ട് √2 ആണ്. അപ്പോൾ sin C = 1/√2. സോ C = 45 ഡിഗ്രി. അപ്പോൾ അത് പ്രത്യേകിച്ച് എഴുതി ചെയ്യേണ്ട ആവശ്യമില്ല. റിഫ്രാക്റ്റ് ഇൻഡെക്സ് √2 ആയതുകൊണ്ട് ക്രിട്ടിക്കൽ ആംഗിൾ ഡയറക്റ്റ് sin C 1/n നിന്ന് 45 ഡിഗ്രി എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ കാണുമ്പം ഫസ്റ്റ് മീഡിയം എയർ റിഫ്രാക്റ്റ് ഇൻഡെക്സ് 1, ഗ്ലാസ് സ്ലാബിൻ്റെ റിഫ്രാക്റ്റ് ഇൻഡെക്സ് n എന്നെടുത്തു. അപ്പോൾ ഫ്രം സ്നെൽസ് ലോയിൽ നിന്ന് R കണ്ടുപിടിക്കാമല്ലോ. ഫ്രം സ്നെൽസ് ലോ 1 into sin I is equal to n into sin R. I എത്രയാണ്? 45 ആണ്. കാരണം ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ദി പെയർ ഓഫ് മീഡിയ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ I 45 ആണ്. അപ്പോൾ sin 45 1/√2 വരും. n എത്രയാണ്? √2 ആണ് ഇൻറ്റു sin R. അപ്പോൾ sin R is equal to 1/2 വരും. സോ R is equal to 30 ഡിഗ്രി. അപ്പോൾ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 30 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലാറ്ററൽ ഷിഫ്റ്റിൻ്റെ ഇക്വേഷൻ അറിയാലോ. T ഇൻറ്റു sin I minus R divided by cos R. അതാണ് ലാറ്ററൽ ഷിഫ്റ്റിൻ്റെ ഇക്വേഷൻ. അറിയത്തില്ലെങ്കിൽ ശ്രദ്ധിച്ചോളാം. T തിക്നെസ് ഓഫ് ദി ഗ്ലാസ് സ്ലാബ്, I ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, R ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇൻസൈഡ് ദി പ്രിസം ഗ്ലാസ് സ്ലാബ്. അങ്ങനെയാണെങ്കിൽ T ഇൻറ്റു sin I minus R by cos R ആണ് ലാറ്ററൽ ഷിഫ്റ്റിൻ്റെ ഇക്വേഷൻ. T തിക്നെസ് ഓഫ് ദി ഗ്ലാസ് സ്ലാബ് തന്നിട്ടുണ്ട് 4√3 ആണ്. sin I minus R sin
45 minus 30 sin 15 degree ആണ്. cos r cos 30 ആണ്. that is 4 root 3 divided by cos 30 root 3 by 2 ആണ്. sin 15 degree 0.25 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ root 3 പോയി 4 into 0.25 1 ആണ്. പിന്നെ അവിടെ 1 by 2 മുകളിലേക്ക് വരുമ്പോൾ 2 വരും. അപ്പോൾ ലാറ്ററൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഓർ ലാറ്ററൽ ഷിഫ്റ്റ് എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ അടുത്ത 53ാമത്തെ ചോദ്യം. 2 wires A and B are made of same material and have the same mass. Wire A has radius of 2 mm and wire B has radius of 4 mm. Resistance of wire B is 2 ohm. Resistance of wire A is. അപ്പോൾ റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം റോ എൽ ബൈ എ എന്ന്. പക്ഷെ നമുക്കിവിടെ മാസ് സെയിം ആണെന്ന് പറഞ്ഞിട്ട് റേഡിയസ് ആണ് തന്നിരിക്കുന്നത്. അപ്പം മാസിനോട്ട് മാറ്റണം. അപ്പോൾ അതിന് മാസ് കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? വോളിയം ഇൻറ്റു ഡെൻസിറ്റി. വോളിയം ഏരിയ ഇൻറ്റു ലെങ്ത് ആണ്. അപ്പോൾ എം ഈസിക്വൽ ടു എ എൽ ഇൻറ്റു ഡി. അപ്പോൾ എൽ ഈസിക്വൽ ടു എം ബൈ എ ഡി എന്ന് എടുക്കാം. അപ്പോൾ ദാറ്റ് ഈസിക്വൽ ടു റോ ബൈ എ ഇൻറ്റു എല്ലിന് പകരം എം ബൈ എ ഡി കൊടുക്കാം. അപ്പോൾ ആർ എന്തിന് പ്രപ്പോർഷണലാണെന്ന് നോക്കി? 1 ബൈ എ സ്ക്വയറിന് പ്രപ്പോർഷണലാണ്. നമ്മൾ സെയിം മെറ്റീരിയലാണ്. അപ്പോൾ റോ മാറ്റമില്ല, ഡി മാറ്റമില്ല, മാസ് സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ആർ പ്രപ്പോർഷണൽ 1 ബൈ എ സ്ക്വയറാണ്. ഏരിയ എടുക്കുമ്പോൾ നമുക്കറിയാം റേഡിയസ് ആർ ആണെങ്കിൽ പൈ ആർ സ്ക്വയറാണ്. ശരിയല്ലേ? നമുക്ക് റേഡിയസിൻ്റെ വാല്യൂസാണ് തന്നിരിക്കുന്നത്. അപ്പോൾ എ സ്ക്വയർ എന്ന് പറയുന്നത് r⁴ വരുമല്ലോ. അപ്പോൾ റേഡിയസ് ഈസ് പ്രപ്പോർഷണൽ റെസിസ്റ്റൻസ് ഈസ് പ്രപ്പോർഷണൽ ടു 1 ബൈ r⁴ ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് ഓഫ് വയർ എ ബിയുടെ റേഷ്യോ എടുക്കുമ്പം RA ബൈ RB ഈക്വൽ ടു RB ബൈ RA ഹോൾ റേസ് ടു 4 വരും. അങ്ങനെ 1 ബൈ r⁴ ആണ്. RA ബൈ RB ഈസ് RB ബൈ RA ഹോൾ റേസ് ടു 4. RB എത്രയാണെന്ന് നോക്കിയാൽ ബിയുടെ റേഡിയസ് 4 മില്ലിമീറ്ററും എയുടെ 2 ആണ്. അപ്പോൾ 4 ബൈ 2 റേസ് ടു 4 വരും. അപ്പോൾ 2 റേസ് ടു 4 വരും. അപ്പോൾ 16 വരും. അപ്പോൾ RA ബൈ RB ഈക്വൽ ടു 16. അപ്പോൾ RA ഈക്വൽ ടു 16 ഇൻറ്റു RB. RB എത്രയാണ്? 2 ആണ് അല്ലേ? ഇപ്പോൾ 2 ഇൻറ്റു 16 32 ഓം വരും. അപ്പോൾ ആൻസർ 32 എന്ന് കിട്ടും. ശരിയല്ലേ? അടുത്ത 54th ക്വസ്റ്റ്യൻ. In a system, 2 particles of masses 3 kg and 2 kg are placed at a certain distance. The particle of mass m1 is moved towards the center of mass of the system through a distance 2 cm. In order to keep the center of mass of the system at the original position, the particle of mass m should be moved towards the center of mass by the distance. അപ്പോൾ ഇത്രയുള്ള നമുക്ക് 2 മാസുകൾ certain ഡിസ്റ്റൻസിൽ ഇരിക്കുന്നു, m1 m2. നമുക്കറിയാം ഈ 2 മാസുകളുടെ സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ്റെ ഇക്വേഷൻ ജനറലി എഴുതിയാൽ RCM ഈസ് ഈക്വൽ ടു m1 r1 പ്ലസ് m2 r2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 എന്നാണ് ഇക്വേഷൻ. അപ്പോൾ നമ്മൾ എന്തായത് ഇവിടെ 2 മാസുകളെ പൊസിഷൻ മാറ്റി, പക്ഷേ സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ മാറരുത്. നമുക്ക് 2 മാസുകളെ റീഅറേഞ്ച് ചെയ്താൽ ഷിഫ്റ്റ് ഓഫ് സെൻറ്റർ ഓഫ് മാസിൻ്റെ ഇക്വേഷൻ എടുക്കാമല്ലോ. ഷിഫ്റ്റ് ഓഫ് സെൻറ്റർ ഓഫ് മാസ് കാണാൻ ഡെൽറ്റ RCM എന്നെടുക്കാം. RCMൻ്റെ ഇക്വേഷൻ ഇവിടെയുണ്ട്. അപ്പോൾ ഡെൽറ്റ RCM കാണാൻ 2 സൈഡിലും വെറുതെ ചേഞ്ച് എടുത്താൽ മതി. അപ്പോൾ ഡെൽറ്റ RCM ഈസ് ഈക്വൽ ടു m1 ഡെൽറ്റ r1 പ്ലസ് m2 ഡെൽറ്റ r2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. അതാണ് ജനറൽ ഇക്വേഷൻ. 2 മാസുകളുടെ പൊസിഷൻസ് മാറ്റിയപ്പോൾ ഫസ്റ്റ് മാസിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഡെൽറ്റ r1, രണ്ടാമത്തെ മാസിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഡെൽറ്റ r2. അപ്പോൾ ഡെൽറ്റ RCM ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് സെൻറ്റർ ഓഫ് മാസിൻ്റെ ഇക്വേഷൻ m1 ഡെൽറ്റ r1 പ്ലസ് m2 ഡെൽറ്റ r2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 എന്നാണ് വരിക. മനസ്സിലായല്ലോ? നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്തുവാ? സെൻറ്റർ ഓഫ് മാസ് മാറാൻ പാടില്ല. അപ്പോൾ സെൻറ്റർ ഓഫ് മാസിന് ഷിഫ്റ്റ് 0 അല്ലേ? ഇപ്പോൾ ഡെൽറ്റ RCM ഷുഡ് ബി 0. അപ്പോൾ m1 ഡെൽറ്റ r1 പ്ലസ് m2 ഡെൽറ്റ r2 ബൈ m1 പ്ലസ് m2 ഷുഡ് ബി 0. അപ്പോൾ ഇതിനെ 0നോട് ഇക്വേറ്റ് ചെയ്യണം. അപ്പോൾ റൈറ്റ് സൈഡിൽ 0 ആയതുകൊണ്ട് m1 പ്ലസ് m2 റൈറ്റ് സൈഡിലോട്ട് വരുമ്പോൾ ക്യാൻസൽ ആയി പോയിക്കോളും. അപ്പോൾ m1 ഡെൽറ്റ r1 പ്ലസ് m2 ഡെൽറ്റ r2 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? m2 ഡെൽറ്റ r2 ഈസ് ഈക്വൽ ടു മൈനസ് m1 ഡെൽറ്റ r1. അപ്പോൾ 2 മാസുകളുടെ ഡിസ്പ്ലേസ്മെൻറ്റുകൾ ഡെൽറ്റ r1 ഡെൽറ്റ r2 ആണെങ്കിൽ സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ മാറാതിരിക്കണമെങ്കിൽ m1 ഡെൽറ്റ r1 ഈസ് ഈക്വൽ ടു മൈനസ് m2 ഡെൽറ്റ r2 എന്ന ഇക്വേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് m1ൻ്റെയും m2ൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റുകളാണ് റിലേഷനാണ് കണ്ടുപിടിക്കേണ്ടത്. ശരിയല്ലേ? അപ്പോൾ നമുക്ക് ഡെൽറ്റ r2 കണ്ടുപിടിക്കണം.
ഡെൽറ്റ R2 ഈക്വൽ ടു മൈനസ് M1 ഡെൽറ്റ R1 ഡിവൈഡഡ് ബൈ M2 എന്ന് എടുക്കാം. ഇവിടെ M1 തന്നിട്ടുണ്ട് എത്രയാ? M1 ഈക്വൽ ടു 3, M2 ഈക്വൽ ടു 2. നമ്മൾ ആരെയാ മാറ്റി? M1നെ മാറ്റി. അപ്പോൾ M1 3ഉം M2 2ഉം. അപ്പോൾ മൈനസ് 3/2 ഇൻറ്റു ഡെൽറ്റ R2 2 ആണ്. അപ്പോൾ 2 ക്യാൻസൽ ആയി പോയിട്ട് -3 വരും. അപ്പം -3 വരാനുള്ള കാരണം M1നെ നമ്മൾ സെൻട്രോമാസിന് അടുത്ത് റൈറ്റ് സൈഡിലേക്ക് ഡിസ്പ്ലേസ് ചെയ്തെങ്കിൽ M2നെ അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരണം. അത് സെൻട്രോമാസിന് അടുത്തേക്കായിരിക്കും. അത് ക്വസ്റ്റിനകത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. M1 സെൻട്രോമാസിന് അടുത്തേക്ക് വരുമ്പോൾ M2 സെൻട്രോമാസിന് അടുത്തേക്ക് മാറ്റുന്ന എത്ര ഡിസ്റ്റൻസിലാണെന്നാണ് ചോദ്യം. M2 നമ്മൾ സെൻട്രോമാസിന് അടുത്തേക്കാണ് ഡിസ്പ്ലേസ് ചെയ്യുന്നത്, ശരിയല്ലേ? എന്നാലേ രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വന്നിട്ട് സെൻട്രോമാസ് ഫിക്സ്ഡ് ആവത്തുള്ളൂ. അപ്പോൾ ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദി സെക്കൻഡ് മാസ് എത്രയാണെന്ന് വെച്ചാൽ ആൻസർ 3 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ അടുത്ത 55ാമത്തെ ചോദ്യം. A bus moving along a straight highway with a speed of 72 km/h is brought to halt with 4 seconds after applying brake. Assuming retardation is uniform, the distance traveled by the bus during this time is. സിമ്പിൾ ആണ്. റിട്ടാർഡേഷൻ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞേക്കുന്നത് കൊണ്ട് ഡിസ്റ്റൻസ് ട്രാവൽഡ് കാണാൻ നമുക്ക് u+v/2 ഇൻറ്റു ടി എടുത്താൽ മതി. കാരണം ആക്സലേഷൻ കോൺസ്റ്റന്റ് ആണെങ്കിൽ ആവറേജ് വെലോസിറ്റി u+v/2 ആണ്. ഇൻറ്റു ടൈം എടുത്താൽ നമുക്ക് ഡിസ്റ്റൻസ് ട്രാവൽഡ് കിട്ടും, അങ്ങനെ ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. ഇവിടെ u എത്രയാണ്? 72 km/h ആണ്. 72നെ നമുക്ക് മീറ്റർ/സെക്കൻഡിലോട്ട് മാറ്റണം. ഇൻറ്റു 5/18, അപ്പോൾ 20 m/s കിട്ടും. അപ്പോൾ u 20 ആണ്. ഫൈനലി റെസ്റ്റിൽ വന്നു, വെലോസിറ്റി 0 ആണ്. ഇൻറ്റു ടൈം എത്രയാണ് തന്നേക്കുന്നത്? ടൈമിൻ്റെ വാല്യൂ 4 സെക്കൻഡ് ആണ്, ശരിയല്ലേ? അപ്പോൾ നമുക്ക് 20/2 10 വരും. 10 × 4 40 സെക്കൻഡ്, 40 മീറ്റർ വരും. സെക്കൻഡ് അല്ല, 40 മീറ്റർ വരും. അപ്പോൾ ആൻസർ 40 ആണ്. അടുത്ത 56ാമത്തെ ചോദ്യം. റോഡ് ഓഫ് ലെങ്ത് 60 cm റൊട്ടേറ്റ്സ് വിത്ത് യൂണിഫോം ആംഗുലർ വെലോസിറ്റി 20 radian/second about its perpendicular bisector in a uniform magnetic field of 0.5 Tesla. അപ്പോൾ ഇത്രയുള്ള നമുക്കൊരു റോഡ് ഓഫ് ലെങ്ത് L റൊട്ടേഷൻ നടത്തുന്നു. അപ്പോൾ അതിൻ്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ അതിൻ്റെ സെൻട്രൽ കൂടെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് റൊട്ടേഷൻ നടത്തുന്നത്. അബൌട്ട് ഇറ്റ്സ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ എന്തുവാ? ആ റോഡിനെ സെൻട്രൽ കൂടെ അതിൻ്റെ ലെങ്തിന് പെർപെൻഡിക്കുലർ എന്നാണ് ഉദ്ദേശിക്കുന്നത്, നമുക്കറിയാം. The direction of magnetic field is parallel to the axis of rotation. ഇപ്പോൾ ഈ ആക്സിസ് ഓഫ് റൊട്ടേഷന് പാരലൽ ആയിട്ടൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അങ്ങനെയാണ് നമുക്കറിയാം. യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കണ്ടക്ടിങ് റോഡ് റൊട്ടേഷൻ നടത്തിയാൽ ഇൻഡ്യൂസ്ഡ് EMFൻ്റെ ഇക്വേഷൻ നമുക്ക് പഠിച്ചിട്ടുണ്ട്. v⍵/2 × R2² - R1². അപ്പോൾ അതാണ് ഇക്വേഷൻ. ആക്സിസ് ഓഫ് റൊട്ടേഷനിൽ നിന്ന് R1 R2 ഡിസ്റ്റൻസുകളുള്ള 2 പോയിന്റുകൾ എടുത്താൽ ആ 2 പോയിന്റുകൾക്ക് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓർ ഇൻഡ്യൂസ്ഡ് EMF v⍵/2 × R2² - R1² വരും. മനസ്സിലായല്ലോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നോക്കിയേ, നമ്മൾ പഠിച്ചിട്ടുണ്ട് റൊട്ടേഷൻ നടത്തുമ്പം സെൻട്രൽ നിന്ന് ഈ എൻഡിലേക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസും ഈ എൻഡിലേക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസും സെയിം ആണ്. അപ്പോൾ ഇത് v⍵L²/2 വരും. സോറി, ഇതൊരു ടോട്ടൽ ലെങ്ത് നമുക്ക് 2L എന്ന് എടുത്താൽ ഇതല്ല ടോട്ടൽ ലെങ്ത് 2L എന്ന് എടുത്തു. അപ്പോൾ ഇവിടുന്ന് ഇവിടം വരെ അല്ല, ഇവിടുന്ന് ഇവിടം വരെ അല്ല. അപ്പോൾ ആക്സിസ് റൊട്ടേഷനിൽ നിന്ന് ഈ ലെഫ്റ്റ് എൻഡിലേക്കുള്ള ഇൻഡ്യൂസ്ഡ് EMF എടുത്താൽ v⍵L²/2 വരും. ഇതെടുത്താലും v⍵L²/2 വരും. അപ്പം ഈ 2 എൻഡിലും പൊട്ടൻഷ്യൽ സെയിം ആണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദി 2 എൻഡ്സ് 0 വരും. അപ്പോൾ ആൻസർ 0 ആണ് വരുന്നത്. അടുത്ത 57ാമത്തെ ചോദ്യം. 2 parallel long current carrying wires separated by a distance 2r are shown. The ratio of magnetic field at A to the magnetic field produced at C is x/7. The value of x is. ഇത്രയുള്ള ഇവിടെ നമുക്ക് 2 ഇൻഫിനിറ്റ്ലി ലോങ് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടേഴ്സ് ഉണ്ട്. കറണ്ടുകൾ രണ്ടും ഒരേ ഡയറക്ഷനിലാണ്. അപ്പോൾ ഇവിടെ എ എന്ന് പറഞ്ഞ പോയിന്റ് ഈ കണ്ടക്ടറിൽ നിന്ന് 6 ഡിസ്റ്റൻസിലുണ്ട്. സി എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടുന്ന് 6 ഡിസ്റ്റൻസിലുണ്ട്. ആ 2 പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് റേഷ്യോ കാണാനാണ് ചോദ്യം. നമുക്കറിയാം 2 കറണ്ട് ക്യാരിയിങ് കണ്ടക്ടേഴ്സ് ഉണ്ടെങ്കിൽ ഒരു പോയിന്റിലെ റിസൾട്ടൻ്റ് മാഗ്നറ്റിക് ഫീൽഡ് കാണാൻ അവരുടെ വെക്ടർ സം എടുത്താൽ മതി. നമുക്കറിയാം വെക്ടർ സം എടുക്കണമെങ്കിൽ ആദ്യം എന്ത് നോക്കണം? ഡിറക്ഷൻ നോക്കണം. ഡിറക്ഷൻ നോക്കുമ്പോൾ നമുക്കറിയാം ഇവിടുന്ന് ഫസ്റ്റ് കണ്ടക്ടറിൽ നിന്ന് 6 ഡിസ്റ്റൻസിലാണ് എ വരുന്നത്. ഇപ്പോൾ ഒരു കണ്ടക്ടറിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ അറിയാമല്ലോ, μ0I/2πr. ഇൻഫിനിറ്റ്ലി ലോങ് കണ്ടക്ടറിൻ്റെ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ μ0I/2πr ആണ്.
അപ്പോൾ നമുക്ക് ബി എ കണ്ടുപിടിക്കുമ്പം രണ്ടുപേരുടെ മാഗ്നറ്റിക് ഫീൽഡുകളുടെ ഡിറക്ഷൻ ആദ്യം നോക്കണം. ഇവിടെ നമുക്ക് മനസ്സിലാക്കാണ് കറണ്ട് മുകളിലോട്ടാണ്. കറണ്ട് മുകളിലോട്ടാണെങ്കിൽ ഫീൽഡിൻ്റെ ഡയറക്ഷൻ കാണാൻ റൈറ്റ് ഹാൻഡ് പാം റൂൾ യൂസ് ചെയ്യാം. റൈറ്റ് ഹാൻഡ് പാം റൂളിൽ എന്താ ചെയ്യേണ്ടത്? കറണ്ടിൻ്റെ ഡയറക്ഷനിൽ തമ്പ് എടുക്കുക. കറണ്ട് മുകളിലോട്ടാണ്, തമ്പ് മുകളിലോട്ട് എടുത്തു. ഫിംഗേഴ്സ് ഫീൽഡ് കാണേണ്ട പോയിന്റിലേക്ക് സ്ട്രെച്ച് ചെയ്യുക. ഇവിടുത്തെ ഫീൽഡ് കാണുമ്പോൾ ഫിംഗേഴ്സ് ഇങ്ങോട്ട് സ്ട്രെച്ച് ചെയ്യണം. അപ്പോൾ പാമിന് പെർപെൻഡിക്കുലറാണ് ഫീൽഡ്, അത് ഔട്ട്വേർഡ് വരും. കറണ്ട് മുകളിലോട്ട്, തമ്പ് അങ്ങോട്ടേക്ക് എടുത്തു. ഫിംഗേഴ്സ് നമ്മൾ ഫീൽഡ് കാണേണ്ട പോയിന്റിലേക്ക് സ്ട്രെച്ച് ചെയ്തു. പാമിന് പെർപെൻഡിക്കുലറാണ് ഫീൽഡ്, ഔട്ട്വേർഡ് വരും. നോക്കി ഈ കറണ്ട് മുകളിലോട്ട് തന്നെ, അപ്പോൾ അത് ഔട്ട്വേർഡ് തന്നെ. അപ്പോൾ രണ്ട് കറണ്ടുകളും ഒരേ ഡയറക്ഷനിലായതുകൊണ്ട് രണ്ടുപേരുടെ ലെഫ്റ്റ് സൈഡിൽ രണ്ടുപേരുടെ ഫീൽഡുകൾ ഒരേ ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ B1 + B2. B1 എടുക്കുമ്പോൾ കറണ്ട് ഐയും ഡിസ്റ്റൻസ് ആറുമാണ്. അപ്പം μ0I/2πr. രണ്ടാമത്തെ കറണ്ട് എത്രയാണ്? 2I ആണ്. അപ്പം μ0 × 2I. ഡിസ്റ്റൻസ് എടുക്കുമ്പം ഇവിടുന്ന് ഇവിടം വരെ 2r + r 3r വരും അല്ലേ? കറണ്ട് ക്യാരിങ് കണ്ടക്ടർ എന്നുള്ള ഡിസ്റ്റൻസ് 3r ആണ്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു μ0I/2πr × 1 + 2/3 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 5/3 × μ0I/2πr. അതാണ് ഫസ്റ്റ് ഫീൽഡിൻ്റെ ഇക്വേഷൻ വരുന്നത്. അടുത്ത സിയിലെ ഫീൽഡ് കാണണം. സിയിലെ ഫീൽഡ് കാണുമ്പോൾ നോക്കുക, രണ്ട് കണ്ടക്ടറിൻ്റെയും റൈറ്റ് സൈഡിലെ പോയിന്റ് ആണ്. കറണ്ട് മുകളിലോട്ടാണ്, തമ്പ് മുകളിലോട്ട് എടുത്തു. ഫിംഗേഴ്സ് റൈറ്റ് സൈഡിലേക്ക് സ്ട്രെച്ച് ചെയ്തു. പാമിന് പെർപെൻഡിക്കുലറായിട്ട് ഇൻവേർഡാണ് ഫീൽഡ് വരുന്നത്. ഇനി രണ്ട് ഫീൽഡുകളും ഒരേ ഡയറക്ഷനിലാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അഗൈൻ B1 + B2 എടുക്കണം. B1 എടുക്കുമ്പോൾ ഈ കറണ്ട് I ആണ്. ഇത് R ആയതുകൊണ്ട് ഈ കറണ്ടിൽ നിന്ന് സിയിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 3r. അപ്പം μ0I/2π × 3r വരും. ഇവിടെ ഒരു 2π ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ 2π ഞാൻ എഴുതാൻ വിട്ടുപോയതാണ്. μ0 2I/2π × 3r ആയിരുന്നു. ഇവിടെ ശരിയാണ്. പ്ലസ് μ0 × അടുത്ത കറണ്ട് 2I ആണ്, /2π × ഡിസ്റ്റൻസ് r ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു μ0I/2πr കോമൺ ആയിട്ട് എടുത്താൽ ഫസ്റ്റ് ടൈമിൽ 1/3 + 2 വരും. ശരിയല്ലേ? അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 3 × 2 6 + 1 7 വരും. 7/3 μ0I/2πr. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണാം μ0I/2πr × 3 രണ്ട് സ്ഥലത്തും കോമൺ ആണ്. പിന്നെ റേഷ്യോ എടുക്കുമ്പോൾ ഇവിടെ 5 അവിടെ 7 ആണ്. അപ്പോൾ x/7 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 5/7 ആയിരിക്കും. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ റേഷ്യോ എടുക്കുമ്പോൾ 5/7 കിട്ടും. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 5 ആണ്. അപ്പോൾ വാല്യൂ ഓഫ് x ഈസ് 5 എന്ന് കിട്ടും. മനസ്സിലായല്ലോ? അപ്പോൾ അടുത്ത 58ാമത്തെ ചോദ്യം. Mercury is filled in a tube of radius 2 cm up to height 30 cm. The force exerted by mercury on the bottom of the tube is. അപ്പോൾ ഇതിലുള്ളൊരു ട്യൂബ് ഉണ്ട്. അപ്പോൾ ആ ട്യൂബിൽ നമ്മൾ മെർക്കുറി എടുത്തിട്ടുണ്ട്. മെർക്കുറിയുടെ ഹൈറ്റ് നമുക്കറിയാം, ഡെൻസിറ്റി അറിയാം. അപ്പോൾ ബോട്ടത്തിലെ പ്രഷർ കാണാൻ വേണ്ടി അറിയാമല്ലോ. ഇത് ഓപ്പൺ ആണതുകൊണ്ട് അറ്റ്മോസ്ഫിയറിക് പ്രഷർ സർഫസിൽ വരും. അപ്പോൾ ഡെപ്തിലെ പ്രഷർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ + HρG ആണ്. അപ്പോൾ ഫോഴ്സ് കാണാൻ വേണ്ടിയിട്ട് പ്രഷർ × ഏരിയ എടുത്താൽ മതി. ബേസിലെ ഏരിയ നമുക്ക് അറിയാം, പ്രഷർ അറിയാം. അപ്പോൾ പ്രഷർ × ഏരിയ എടുത്താൽ മതി. പ്രഷറിൻ്റെ ഇക്വേഷൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ P0 + HρG എടുക്കണം, അത്രേ ഉള്ളൂ. P0 നമുക്ക് 10⁵ എന്ന് തന്നിട്ടുണ്ട്. H നമുക്ക് 30 cm, ഹൈറ്റ് 30 cm ആണ്. അപ്പോൾ 30 × 10⁻². ഡെൻസിറ്റി ഓഫ് മെർക്കുറി 1.36 × 10⁴ ആണ്. 1.36 × 10⁴ ജിയുടെ വാല്യൂ 10. ഏരിയ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് റേഡിയസ് തന്നിട്ടുണ്ട് 2 cm ആണ്. അപ്പോൾ πr² എടുത്താൽ മതി. അപ്പോൾ π × r 2 cm ആണ്. 2² 4 × മീറ്റർ² മാറ്റുമ്പോൾ 10⁻⁻4 വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഫോഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ കാൽക്കുലേഷൻ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കോണം. അപ്പോൾ ഫോഴ്സിൻ്റെ വാല്യൂ 177 ന്യൂട്ടൺ എന്ന് കിട്ടും കേട്ടോ. ഫോഴ്സ് 177 ന്യൂട്ടൺ ആണ് അപ്രോക്സിമേറ്റ്ലി വരുന്നത്. 59ാമത്തെ ചോദ്യമാണ്. ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ പാർട്ടിക്കിൾ എക്സിക്യൂട്ട് സിമിലർ ഹാർമോണിക് മോഷൻ ഈസ് ഗിവൺ ബൈ x ഈസ് ഈക്വൽ ടു 10 sin ωt + π/3. The time period is 3.14. Velocity of particle at t is equal to 0 is. വെലോസിറ്റി കാണുമ്പോൾ നമുക്കറിയാം അവിടെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. അത് കണ്ടുപിടിച്ചാൽ വെലോസിറ്റി കിട്ടുമല്ലോ. അതിൽ ടൈം t = 0,
ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ നമുക്ക് 10 into sin pi/3 എന്നാണ്. sin pi/3 നമുക്കറിയാം എത്രയാണ്? sin 60 ആണ്. sin 60 നമുക്കറിയാം √3/2 ആണ്. അപ്പോൾ √3/2 into 10 that is 5√3 വരും. അപ്പോൾ 5√3 മീറ്റർ ആണ് ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ വെലോസിറ്റി കാണാൻ ഇക്വേഷൻ ഉണ്ടല്ലോ, സിമ്പിൾ ഹാർമോണിക് മോഷനിൽ വെലോസിറ്റി ഈസ് ω√(s²-x²). ഒമേഗ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഒമേഗ ഈസ് 2π/t ആണ്. ദാറ്റ് ഇസ് 2π ഡിവൈഡഡ് ബൈ ടി എത്ര തന്നെയാണ്? പൈ തന്നെയാണ്. 3.14 നമുക്ക് പൈ എന്നെടുക്കാം. അപ്പോൾ ഒമേഗ 2 വരും. അപ്പോൾ 2 into ആംപ്ലിറ്റ്യൂഡ് ഇവിടെ ഉണ്ടല്ലോ, ഇത് a sin ωt പ്ലസ് π/3 എന്നാണ്. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓസിലേഷൻ 10 ആണ്. അപ്പോൾ a² 10² 100 വരും. മൈനസ് x² എന്ന് പറയുന്നത് 5√3². 5² 25 into 3 75 വരും. ദാറ്റ് ഇസ് 2 into √25. അപ്പോൾ അത് 5 into 2 10 വരും. അപ്പോൾ 10 meter/second ആണ് ആൻസർ വരുന്നത്. അപ്പോൾ ആൻസർ 10. മനസ്സിലായല്ലോ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 60th ക്വസ്റ്റ്യൻ. എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഓഫ് കപ്പാസിറ്റൻസ് 12.5 picofarad is charged by a battery connected between its plates to a potential difference of 12 volt. The battery is now disconnected and a dielectric slab of 6 is inserted between the plates. The change in its potential after inserting dielectric slab is. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആദ്യം ഒരു ബാറ്ററിയിലോട്ട് കണക്ട് ചെയ്ത കപ്പാസിറ്റൻസ് സി, പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി, അപ്പോൾ ഇതിനകത്ത് ചാർജ് സ്റ്റോർ ചെയ്യും, ചാർജ് ക്യൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ എനർജി കണ്ടുപിടിക്കാമല്ലോ. ഇനിഷ്യൽ എനർജി UI is equal to ½ CV². സിയുടെ വാല്യൂ നമുക്ക് തന്നെ 12.5 picofarad ആണ്. 12.5 into 10⁻⁻12 വരും. പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നിട്ടുണ്ട് 12 ആണ്. അപ്പോൾ 12² 144 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ അതിനകത്ത് ഇനിഷ്യൽ എനർജി സ്റ്റോർഡ് കിട്ടും. അടുത്ത ബാറ്ററി ഈസ് നൗ ഡിസ്കണക്റ്റഡ് ആൻഡ് ഡയലക്ട്രിക് സ്ലാബ് ഈസ് ഇൻസേർട്ടഡ്. അപ്പോൾ ബാറ്ററി ഡിസ്കണക്ട് ചെയ്തു. ബാറ്ററി ഡിസ്കണക്ട് ചെയ്താൽ നമുക്കറിയാം ചാർജ് റിമെയിൻസ് സെയിം ആയിരിക്കും. കാരണം ബാറ്ററി ഡിസ്കണക്ട് ചെയ്യുമ്പോൾ ഇത് കപ്പാസിറ്റർ ഓപ്പൺ സർക്യൂട്ടാണ്, ചാർജ് ഔട്ട്സൈഡിലേക്ക് ഫ്ലോ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് കപ്പാസിറ്ററിലെ ചാർജ് റിമെയിൻസ് സെയിം ആയിരിക്കും. പക്ഷെ ഡയലക്ട്രിക് മീഡിയം ഇൻസേർട്ട് ചെയ്യുമ്പോൾ കപ്പാസിറ്റൻസ് മാറും. കപ്പാസിറ്റൻസ് K ടൈംസ് ഇനിഷ്യൽ വാല്യൂ ആണ്. അപ്പോൾ 6C വരും. അപ്പോൾ കപ്പാസിറ്റൻസ് മാറി, പക്ഷേ ചാർജ് മാറിയിട്ടില്ല, ചാർജ് ആദ്യത്തെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഫൈനൽ എനർജി കാണുമ്പം ഒന്നുകിൽ നമുക്ക് ആ Q²/2C എടുക്കാം. കാരണം ഇവിടെ ചാർജ് സെയിം ആണ്, അവിടുത്തെ ചാർജ് തന്നെയാണ് ഇവിടെ. അപ്പോൾ Q²/2C എടുക്കാം. പക്ഷെ സിക്ക് വരെ എന്ത് കൊടുക്കണം? 6C കൊടുക്കണം. Q ആണെന്ന് എന്ത് ചെയ്യണം? CB കൊടുത്താൽ മതി. അപ്പോൾ C² V²/2 into 6C വരും. അപ്പോൾ ഒരു C ക്യാൻസൽ ആയി പോവും. V²/2 into 6 വരും. അപ്പോൾ V നമുക്ക് എത്രയായിരുന്നു? 2 into 6 12 വരും അല്ലേ? അപ്പോൾ സിയുടെ വാല്യൂ 12.5 ആയിരുന്നു into 10⁻⁻12. വിയുടെ വാല്യൂ 12 ആകുമ്പോൾ 12² 144 ഡിവൈഡഡ് ബൈ 12 വരും. അപ്പോൾ 144/12 നമുക്ക് 12 കിട്ടും. അപ്പോൾ ഇത്രേ ഉള്ളൂ. രണ്ടാമത്തെ കേസ് എടുക്കുമ്പോൾ Q ആദ്യത്തെ തന്നെയാണ്. അപ്പോൾ ആദ്യത്തെ കപ്പാസിറ്റൻസ് C ആണെങ്കിൽ ചാർജ് Q is equal to C into V എന്ന് കിട്ടും. അപ്പോൾ ആ ചാർജ് തന്നെ ഇവിടെ കൊടുക്കാം. അപ്പോൾ C² V²/2 into 6C എന്നൊരു C ക്യാൻസലായി പോകും. അപ്പോൾ C V²/12 എന്ന് കിട്ടും. അപ്പോൾ അതിനകത്ത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്ക് കണ്ടുപിടിക്കുന്നത് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ ചോദ്യം. ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ ഡിഫറൻസ് എടുത്താൽ മതി. ഇനിഷ്യൽ എനർജി ഉണ്ട്, ഫൈനൽ എനർജി ഉണ്ട്. അതിൻ്റെ ഡിഫറൻസ് എടുത്താൽ നമുക്ക് ആ ചേഞ്ച് ഇൻ എനർജി കിട്ടും. അപ്പോൾ കാൽക്കുലേഷൻ നിങ്ങൾ ചെയ്ത് നോക്കാൻ നിയർലി 750 into 10⁻⁻12 ജൂൾ എന്നാണ് വരുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മളെ ക്വസ്റ്റ്യനൊക്കെ വളരെ സിമ്പിളായിരുന്നു. നമുക്ക് ആദ്യം അപ്പോടെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യനിൽ 1-2 ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാനുണ്ടായിരുന്നു അല്ലേ? ബാക്കിയൊക്കെ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്. ചില ക്വസ്റ്റ്യനൊക്കെ ഇക്വേഷൻ അറിയാമെങ്കിലും നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യം തന്നെ ഇല്ല, പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ അല്ലേ? അപ്പോൾ നന്നായിട്ടൊക്കെ പഠിക്കുക. അടുത്ത എക്സാമിന് നല്ല റിസൾട്ട് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.